പ്രകൃതിക്ഷോഭങ്ങൾ കേരളത്തെ ഇല്ലാതാക്കുമോ? നമുക്ക് ചില മുന്നറിയിപ്പുകളാണ് പ്രകൃതി തന്നുകൊണ്ടിരിക്കുന്നത് എന്ന സംശയങ്ങൾ ഇല്ലാതില്ല. കാരണം പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങൾ കേരളത്തിന്റെ ഭൂപടം മാറ്റിമറിച്ചിട്ടുണ്ട്. കെ.എം. പണിക്കർ കോഴിക്കോട് തുറമുഖത്തിന് കിട്ടിയ പ്രാധാന്യം കൊച്ചിയിലുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിന്റെയും അതുപോലെ തന്നെ നദീമുഖത്ത് സംഭവിച്ച രൂപമാറ്റത്തിന്റെയും ഫലമായിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് സമൂഹത്തെ ഒരു ഭാഗത്തെ ഇല്ലാതാക്കിയ കൊടുങ്കാറ്റിനെ കുറിച്ച് വില്യം ലോഗനും പറയുന്നുണ്ട്. ഓരോ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വില്യം ലോഗൻ വിവരിച്ച ഒരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ചുമരെഴുത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 1847 ഏപ്രിൽ 16, 17, 18 തീയതികളിലുണ്ടായ ഒരു വലിയ കൊടുങ്കാറ്റിനെ കുറിച്ച് വില്യം ലോഗൻ മലബാർ മാനുവലിൽ എഴുതുന്നുണ്ട്. അദ്ദേഹം അത് എടുത്തിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിനെയും അത് കണ്ടുപിടിച്ച ഹിക്കാലോസിനെയും കൊളംബസിന്റെ മുൻഗാമിയെയും കുറിച്ച് പെരിപ്ലസ് മാറിയസ് എരിത്ര എം ക്രിഡ്നൽ പരിഭാഷപ്പെടുത്തിയതിൽ നിന്നാണ്. അദ്ദേഹം ആ കാര്യങ്ങൾ താഴെ അങ്ങനെ വിവരിക്കുകയാണ്. അസാധാരണമായ കൊടുങ്കാറ്റുകളുടെ എണ്ണം കുറവാണ്. 1847 ഏപ്രിൽ 16, 17, 18 തീയതികളിലുണ്ടായ ഒരു കൊടുങ്കാറ്റിനെ കുറിച്ച് സാമാന്യം ദീർഘമായ വിവരങ്ങൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ പുസ്തകത്തിൽ ലക്ഷദ്വീപ് സമൂഹത്തിലെ തെക്കൻ ദ്വീപുകളുടെ അപ്പുറത്തു നിന്ന് ആരംഭിച്ച കൊടുങ്കാറ്റ് കൽപ്പേനി അന്തരോത്ത് ദ്വീപുകളുടെ മേൽ ചുഴറ്റി അടിച്ചു. കവരത്തിയിൽ വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അഗത്തി രക്ഷപ്പെട്ടു. കൽപ്പേനിയിലും അന്ത്രോത്തിലുമായി 9 ലക്ഷം വീതം തെങ്ങുകൾ കൊടുങ്കാറ്റിന് ശേഷം നിലം പതിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത്. കൽപ്പേനിയിൽ നിലം പതിക്കാതെ നിന്നത് 700 തെങ്ങുകളും ആന്ത്രോത്തിൽ 800 തെങ്ങുകളുമായിരുന്നു. കൽപ്പേനിയെ ഭാഗികമായി കടൽ വിഴുങ്ങി. കുടിവെള്ളവും വീടും ഭക്ഷണ സാധനങ്ങളും നശിച്ച കൽപ്പേനി നിവാസികളിൽ ഭൂരിഭാഗവും അപ്രത്യക്ഷരായി. കൽപ്പേനി ദ്വീപിലെ മൊത്തം ജനസംഖ്യയായ 1600 പേരിൽ അവശേഷിച്ചത് ആകെ 450 ആളുകളായിരുന്നു. 300-400 പേർ മാത്രമേ കൊടുങ്കാറ്റിലും തുടർന്നുണ്ടായ വറുതിയിലും മരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ദ്വീപ് വിട്ട് പോകുകയാണുണ്ടായതെന്ന് പറയുന്നു. 2500 പേരിൽ 900 പേർ മാത്രം അവശേഷിച്ചു. ബാക്കിയുള്ളവർ ഒന്നുകിൽ കൊടുങ്കാറ്റിൽ അമർന്നടിയുകയോ അല്ലെങ്കിൽ ദ്വീപ് വിട്ട് ഓടിപ്പോകുകയോ ചെയ്തു. 2 തോണികളിൽ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമായി 95 പേർ അഗത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കൊടുങ്കാറ്റിൽപ്പെട്ട് ബോട്ടുകൾ തകർന്നടിഞ്ഞു. കൊടുങ്കാറ്റ് ഉയർത്തിവിട്ട കടൽക്ഷോഭം മലബാർ കരയെ തല്ലിത്തകർത്തു. തീരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. കണ്ണൂർ മുതൽ ചേറ്റുവ വരെ അതിന്റെ ആഘാതമുണ്ടായി. കടലിരമ്പത്തിൽപ്പെട്ട് കണ്ണൂർ കസ്റ്റംസ് ഓഫീസ് തകർന്നു. ആർത്തുലക്കുന്ന തിരമാലകൾ കോട്ടപ്പുഴയുടെ പാലം തകർത്തു. വള്ളിയാട് അണക്കെട്ട് തൂത്തുവാരി. ഒപ്പം നദീമുഖത്തു നിന്ന് 2 നാഴിക ദൂരം വരെ കൃഷിയിടങ്ങൾ നശിച്ചു. ഉൾനാടുകളിൽ നിന്ന് കുത്തിയൊലിച്ചു പാഞ്ഞ മലവെള്ളത്തിൽ കനോലി തോടിന്റെ കോഴിക്കോട്ടെ ഭാഗത്തിന്റെ പുതുതായി പണിത ഭിത്തികൾ ഒലിച്ചുപോയി. കടൽ ഇളകി മറിഞ്ഞപ്പോൾ പരപ്പനങ്ങാടിയിലും താനൂരിലുമൊക്കെ നിരവധി കുടുംബങ്ങൾ സർവ്വതും നശിച്ച് അനാഥരായി. വെള്ളിയങ്കോട്ട് പുഴ വരെ തിരമാലകൾ അടിച്ചു കയറുകയും പുഴയോട് ബന്ധപ്പെട്ട അനീച്ചിറ അണക്കെട്ടും കൃഷിയിടങ്ങളും നശിക്കുകയും ചെയ്തു. ചാവക്കാട് കായലിലേക്ക് അർത്തിരമ്പുന്ന കടൽ കടന്നുകയറി. ഒരു പുതിയ കൈവഴി തന്നെ അത് സൃഷ്ടിച്ചു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്.